മഴതോരും മുന്നേ സീരിയലിന്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി അലീനെ കാണാനായിട്ട് വൈജയതിയുടെ വീട്ടിലെത്തുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റിവ്യൂ അപ്ഡേറ്റിലേക്ക് പോകാം. അങ്ങനെ എന്നത്തെയും പോലെ രേവതിക്കുട്ടി അലീനെ വിളിച്ച് അവിടുത്തെ കാര്യങ്ങളെല്ലാം തിരക്കുന്നുണ്ട്. വൈജയന്തിയുടെ കുത്തുവാക്കുകളെല്ലാം കുറിച്ച് അലീന രേവതിക്കുട്ടിയുടെ അടുത്തായിട്ട് തുറന്നു പറയും. അങ്ങനെ ഫോണെല്ലാം കട്ട് ചെയ്ത ശേഷം രേവതിക്കുട്ടി വിഷമിച്ചിരിക്കുന്നത് കണ്ട് ഗ്രേസാമ്മ ചോദിക്കും, എന്താടി മോളെ നിന്റെ അലീന ചേച്ചി എന്താ പറഞ്ഞത്? അപ്പൊ രേവതിക്കുട്ടി പറയും, ചേച്ചിയുടെ അവിടുത്തെ ജീവിതം കഷ്ടമാണ് ആന്റി, നമുക്ക് എന്റെ ചേച്ചിയെ പോയിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നാലോ? നമ്മൾ സംസാരിച്ച ഒരു പക്ഷെ ബാലചന്ദ്ര സാർ സമ്മതിക്കും. അപ്പൊ ഗ്രേസാമ്മ പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാകും? നീ ഇവിടെ സെർവന്റ് അല്ലേ, അപ്പൊ അവരെങ്ങനെ അവളെ ഇങ്ങോട്ട് വിടും? അത് നടക്കില്ല മോളെ. അപ്പൊ രേവതിക്കുട്ടി പറയും, എന്നാലും എന്റെ ചേച്ചിയല്ലേ ആന്റി, നമുക്കൊന്ന് അവിടെ വരെ പോകാം. എനിക്ക് ബാലചന്ദ്ര സാറേയും ചേച്ചിയുടെ അമ്മയൊക്കെ ഒന്ന് കാണാലോ, പ്ലീസ് ആന്റി എന്നെല്ലാം രേവതിക്കുട്ടി പറയുമ്പോൾ ഗ്രേസാമ്മ മാമച്ചിന്റെ അടുത്തായിട്ട് കാര്യങ്ങളെല്ലാം പറയും. കുറച്ചു ദൂരം ഡ്രൈവ് ചെയ്യേണ്ടി വരും. അപ്പൊ രേവതിക്കുട്ടി പറയും, അതെ അങ്കിൾ, അത് അങ്കിള് മനസ്സ് വെച്ച് നടക്കും. എനിക്ക് എന്റെ ചേച്ചിയും അവരുടെ ഫാമിലിയൊക്കെ ഒന്ന് കാണാലോ, പ്ലീസ് അങ്കിൾ എന്നെല്ലാം രേവതിക്കുട്ടി പറയുമ്പോൾ മാമച്ചൻ അതിന് സമ്മതിക്കാണ്. അങ്ങനെ അവര് 3 പേരും അലീനെ കാണാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. ആദ്യം അലീനെ അറിയിക്കാതെ പോകാമെന്ന് കരുതിയെങ്കിലും പിന്നീട് വഴി അറിയാത്തത് കൊണ്ട് രേവതിക്കുട്ടി അലീനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഞങ്ങൾ പാലയിലുണ്ട്, ചേച്ചി നിൽക്കുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഒന്ന് അയക്കി, എനിക്ക് എന്നാലും ചേച്ചി ഒന്ന് കാണാലോ. അപ്പൊ അലീന പറയും, എടി മോളെ നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ആ ചേച്ചി വരുന്നുണ്ട്, എനിക്ക് ചേച്ചിയും പിന്നെ ചേച്ചിയുടെ ശത്രുവായിട്ടുള്ള ചേച്ചിയുടെ അമ്മയൊക്കെ ഒന്ന് കാണാലോ. എടി മോളെ നീ വരുന്നതൊക്കെ കൊള്ളാം, പക്ഷെ നീ ഇവിടെ വന്നാൽ ഒരു അക്ഷരം മിണ്ടരുത്. അപ്പൊ രേവതിക്കുട്ടി പറയും, ഇല്ല ചേച്ചി ഞാൻ അങ്ങനെയൊന്നും പറയില്ല, പിന്നെ എന്റെ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞ അവരോട് എനിക്ക് 2 വർത്താനം എന്തായാലും പറയണം. എടി മോളെ നീ ഒന്നും ഓർക്കണം, അതെന്റെ അമ്മയാണ്. ഓ പിന്നെ അമ്മയായിട്ടാണോ സ്വന്തം മോളോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഒരു പക്ഷെ എന്റെ നിയന്ത്രണം വിട്ടാലുണ്ടല്ലോ ചേച്ചി, ഞാൻ അങ്ങോട്ട് എല്ലാം വിളിച്ചു പറയും. അത് കേൾക്കുമ്പോ അലീനയ്ക്ക് ഒരു പേടി വരും. അലീന പറയും, അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് എന്റെ ലൊക്കേഷൻ അയച്ചു തരില്ല. അത് കേട്ടി രേവതിക്കുട്ടി പറയും, എന്റെ ചേച്ചി എന്നോട് പിണങ്ങിയോ? ചേച്ചിയുടെ രേവതിക്കുട്ടി അങ്ങനെയൊന്നും പറയില്ല, ചേച്ചിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്നെല്ലാം പറയുമ്പോൾ അലീന ലൊക്കേഷൻ വിട്ടുകൊടുക്കാണ്. അങ്ങനെ പിന്നീട് ഗ്രേസ്യാമ്മയും രേവതിക്കുട്ടിയും മാമച്ചനും അലീന നിൽക്കുന്ന വൈജയന്തിയുടെ വീട്ടിലെത്താണ്. ഇവര് വന്നതറിഞ്ഞ് അലീന സന്തോഷം കൊണ്ട് ആദ്യം മുത്തശ്ശിയുടെ അടുത്ത് പോയിട്ട് പറയും, മുത്തശ്ശി എന്റെ അനിയത്തി രേവതിക്കുട്ടിയും ഗ്രേസ്യാമാന്റിയും മാമച്ചനങ്ങളെല്ലാം വന്നിട്ടുണ്ട്, ഞാൻ അവരെ കൂട്ടിയിട്ട് വേഗം ഇങ്ങോട്ട് വരാട്ടോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അലീന ഓടിപ്പോയി വാതിൽ തുറക്കാണ്. അങ്ങനെ രേവതിക്കുട്ടിയെ കണ്ടതും അലീന ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നു. കൃഷ്ണമോളെ ഇതാണ് എന്റെ രേവതിക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് അലീന അവർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവരെല്ലാം അകത്തേക്ക് കയറുന്നു. എന്നിട്ട് ഗ്രേസ്യാമ്മ അലീനയോട് ചോദിക്കുന്നുണ്ട്, എവിടെ മോളെ നിന്റെ മാഡം? ഇല്ല ആന്റി, മാഡം ബാങ്കിൽ പോയതാണ്, ഇപ്പൊ വരും, വരുന്ന ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഭവിതയാവട്ടെ ഒരു പുച്ഛഭാവത്തോട് നോക്കിയിട്ട് അങ്ങോട്ട് പോവാണ്. എന്തൊരു അഹങ്കാരിയാണ്, പിന്നെ അമ്മയുടെ അല്ലേ മോള്, അഹങ്കാരം കാണിക്കാതെ ഇരിക്കില്ല എന്നെല്ലാം ഗ്രേസമ്മയുടെ പതിയെ പറയുന്നുണ്ട്. അതിനുശേഷം ഇവര് വന്ന കാര്യം പറയാനായിട്ട് അലീന ബാലചന്ദ്രന്റെ റൂമിലേക്ക് പോകാണ്. സാറേ എന്റെ അനിയത്തി രേവതിക്കുട്ടിയും അവൾ നിൽക്കുന്ന വീട്ടിലെ മാമച്ചനങ്ങളും ഗ്രേസാമ്മന്റെ എല്ലാം വന്നിട്ടുണ്ട്, അവര് സാറെ കാണാൻ കൂടി വേണ്ടിയാണ് വന്നത്. ആണോ? എന്ന് നീ അവരോട് ഇങ്ങോട്ട് കയറി വരാൻ പറ എന്നെല്ലാം പറയാണ്. അങ്ങനെ അവര് 3 പേരും ബാലചന്ദ്രന്റെ റൂമിലേക്ക് വരാണ്. എന്നിട്ട് രേവതിക്കുട്ടിയെ കാണുമ്പോൾ, ആ എന്റെ അലീനയുടെ അനിയത്തിക്കുട്ടിയല്ലേ, ഇങ്ങ് അടുത്ത് വാ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ രേവതിക്കുട്ടിയെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. ഓ ചേച്ചിയെ പോലെ തന്നെ ഉണ്ടല്ലോ അനിയത്തിക്കുട്ടിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അവിടെ ഓരോ തമാശകളെല്ലാം പറയാണ്. അതുപോലെ തന്നെ ഗ്രേസാമ്മയോടും മാമച്ചനോടൊക്കെ ഓരോ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് രോഹിത് കോളേജെല്ലാം കഴിഞ്ഞു വരുന്നു. അപ്പൊ പരിചയമില്ലാത്ത അവരെ കണ്ട് രോഹിത് ഭവിതയോട് ചോദിക്കും, ആരാടി ഇവരൊക്കെ? അതാ അലീനയുടെ അനിയത്തിയും പിന്നെ അവള് നിൽക്കുന്ന വീട്ടിൽ ആരൊക്കെയാണ്? അപ്പൊ രോഹിത് ചോദിക്കും, വീട്ടുവേലക്കാരികളൊക്കെ കൊണ്ടാണോ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? അവൾ ഭവിത പറയും, അവൾ അവർക്കൊരു മകളെ പോലെയാണെന്ന് തോന്നുന്നു. ഓ അങ്ങനെയാണോ, നിന്റെ അച്ഛൻ ഇവിടുത്തെ വേലക്കാരിയെ മകളാക്കിയ പോലെ അതുപോലെ ആയിരിക്കും അവർക്ക് അവളും എന്നൊക്കെ ഒരു പുച്ഛഭാവത്തോടു കൂടി രോഹിത് പറയുന്നുണ്ട്. അങ്ങനെ രോഹിത് സ്റ്റെപ്പെല്ലാം കയറി മുകളിലേക്ക് പോകുമ്പോ രേവതിക്കുട്ടി താഴേക്ക് ഇറങ്ങി വരാണ്. എന്നിട്ട് 2 പേരും പരസ്പരം നോക്കി നിൽക്കുന്നുണ്ട്. എന്നാൽ രേവതിക്കുട്ടി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയും, എന്റെ ചേച്ചിയെ ദ്രോഹിച്ച ദ്രോഹി ഇയാളാണല്ലേ? അപ്പോൾ ആ ദ്രോഹി എന്താ ദ്രോഹിയോ? ആ അതെ ദ്രോഹി തന്നെ, ഇയാളല്ലേ എന്റെ ചേച്ചിയെ ദ്രോഹിച്ചത്, അതുകൊണ്ട് നീ തന്നെയാണ് ദ്രോഹി. അപ്പൊ രോഹിത് പറയും, എടി നീ എന്താ വിളിച്ചേ? അധികം വിളച്ചിലെടുക്കല മോനെ, ഇനി നീ എങ്ങനെ എന്റെ ചേച്ചിക്ക് നേരെ കൈ പൊക്കിയാൽ പിന്നെ നിന്റെ കൈ ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ രേവതിക്കുട്ടി രോഹിത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പോകാണ്. എന്നാൽ രോഹിത് ആവട്ടെ ഒന്ന് പോടി എന്നും പറഞ്ഞുകൊണ്ട് ഒരു പുച്ഛഭാവത്തോടു കൂടി നിൽക്കാണ്. എന്നാൽ രേവതിക്കുട്ടി പോയപ്പോ രോഹിത് ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ഇവളാള് കൊള്ളാലോ, ചേച്ചിയെ പോലെ തന്നെ അനിയത്തി സുന്ദരിയാണ്, ഇത്രമാത്രം സൗന്ദര്യമൊക്കെ ഇവളുമാർക്ക് എവിടെ നിന്ന് കിട്ടി? മേക്കപ്പ് ഇട്ട് നടക്കുന്ന അവളുമാർക്ക് പോലും ഇത്ര സൗന്ദര്യം കാണില്ല എന്നൊക്കെ രോഹിത് ഇങ്ങനെ തനിച്ച് പറയുമ്പോ ഹരിശങ്കർ വിളിക്കുന്നുണ്ട്. അപ്പൊ രോഹിത് ഹരിശങ്കറിനോട് പറയും, എടാ ആ അലീനയുടെ അനിയത്തി വന്നിട്ടുണ്ട്, എന്നാടാ ലുക്ക്, ആ അലീനെ പോലെ തന്നെയാണ് അനിയത്തിയും. അപ്പോൾ ഹരിശങ്കർ ചോദിക്കും, എടാ നീ കാര്യമായിട്ട് പറയാണോ, നീ അതിന് ഭംഗിയുള്ള പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതേടാ ഞാൻ കാര്യമായിട്ട് പറയാണ്,
അതൊക്കെ കേൾക്കുമ്പോ ഹരിശങ്കറിന്റെ മനസ്സിലൊരു ചാഞ്ചാട്ടമൊക്കെ വരുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് രോഹിത് പറയും, നീ ഒന്ന് വച്ചിട്ട് പോയേ, ഒന്നിനെ തന്നെ നോക്കിയിട്ട് മതിയായി എന്നെല്ലാം പറഞ്ഞ് രോഹിത് ഫോണെല്ലാം കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വൈജി ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ വീട്ടുമുറ്റത്ത് ഒരു കാറെല്ലാം കാണും. ഇതിപ്പോ ആരൊരു പുതിയൊരു ഗസ്റ്റ് എന്നെല്ലാം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് പോകുമ്പോൾ അവിടെ മാമച്ചനും ഗ്രേസ്യാമിയും നന്ദിനിക്കുട്ടിക്ക് ഇരിപ്പുണ്ടാകും. വൈജിക്ക് ഇതൊരു പുതിയ മുഖങ്ങളായതുകൊണ്ട് വൈജി ചോദിക്കും, ആരാ? അപ്പൊ അവര് പറയും, ഞങ്ങളാണ് അലീനയുടെ അനിയത്തിക്കുട്ടി ജോലി ചെയ്യുന്ന സ്ഥലത്തെ മാമച്ചനും ഗ്രേസ്യാമ്മയും. ഓ, നിങ്ങളാണോ അത്? അലീനയ്ക്ക് സ്വർണവും പൈസയൊക്കെ കൊടുത്ത മാമച്ചൻ മുതലാളി. എന്താണാവോ ഇവിടെ? എന്തായാലും നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു വേലക്കാരി ഇല്ലേ? ഇവളെ കൂടി അങ്ങോട്ട് കൊണ്ടുപോയിക്കോ, എന്നാ ഈ വീട്ടിലെ ശല്യം അങ്ങോട്ട് തീർന്നോളും. അപ്പൊ ഗ്രേസാമ്മ പറയും, ഞങ്ങൾക്ക് ഇപ്പൊ ഒരു വേലക്കാരി മതി. അവളായിട്ട് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നതല്ലോ, നിങ്ങളുടെ ഭർത്താവല്ലേ അവളവിടെ പിടിച്ചു നിർത്തിയത്. പിന്നെ അവളെ അവിടെ നിന്ന് കൊണ്ടുപോകാനും ഞങ്ങൾ റെഡിയാണ് എന്നൊക്കെ ഗ്രേസാമ്മ വൈജയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അപ്പോ വൈജി ചോദിക്കും, തലയിൽ കയറ്റി വെച്ചാലേ അവരൊക്കെ നമ്മുടെ തലയിൽ കയറി നിരങ്ങും. അപ്പൊ ഗ്രേസാമ്മ പറയാണ്, അതൊക്കെ വൈജിക്ക് തോന്നാണ്, രേവതിക്കുട്ടി ഞങ്ങൾക്ക് സ്നേഹം മാത്രമേ തരുന്നുള്ളൂ. അവരൊക്കെ നമ്മുടെ കയ്യിൽ നിന്നും ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. അവരൊക്കെ സ്നേഹിച്ചാൽ മാഡത്തിന് എന്താ കുഴപ്പം? ഓ, നിങ്ങൾ വേണേൽ സ്നേഹിച്ചോ, പക്ഷെ ഈ അലീനയുണ്ടല്ലോ, ഇവളിവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് നിങ്ങൾക്കറിയോ? ഇവളിവിടെ വേലക്കാരിയല്ല, മുതലാളിയായിട്ട് അവിടെ ഭരിക്കാണ്. ഇവറ്റകളൊക്കെ എവിടെ കിടന്ന് പിഴച്ച് പ്രസവിച്ചതാണാവോ? അങ്ങനെയുള്ള പിഴച്ചവളെമാരൊന്നും വീട്ടിൽ പോലും കയറ്റാൻ പറ്റില്ല. ഇവളെയൊക്കെ വളർത്തിയ ആ മമ്മിയുണ്ടല്ലോ, അവരാണ് എല്ലാത്തിനും കാരണം. അവർക്കിപ്പോ ഒന്നും അറിയണ്ടല്ലോ, അവര് സുഖമായിട്ട് ഉറങ്ങാണ്, ഈ പിഴച്ചവളമാരൊക്കെ രണ്ട് വീട്ടിലാക്കിയിട്ട് എന്നെല്ലാം പറഞ്ഞ് വളരെ മോശമായിട്ടാണ് വൈജ അവരുടെ അടുത്ത് പെരുമാറുന്നത്. എന്നാൽ ഇതെല്ലാം കേട്ട രേവതിക്കുട്ടി, എന്താ നിങ്ങൾ പറഞ്ഞേ? ഞങ്ങളൊക്കെ പിഴച്ചവൾമാരാണെന്നോ? നിങ്ങളെപ്പോലുള്ളവരാണ് പിഴച്ച് പ്രസവിച്ചത്, എന്നിട്ട് ആ മക്കളെ ആരും അറിയാതിരിക്കാനായിട്ട് അനാഥാലയത്തിലായിട്ട് കൊണ്ടുപോയിടും, മാനം രക്ഷിക്കാനായിട്ട്. മാഡത്തിന് അങ്ങനെ ഒരു ഭൂതകാലം ഇല്ലെന്ന് ആര് കണ്ടു? നിങ്ങളെപ്പോലെയുള്ളവരൊക്കെയാണ് ഇതിന് പിന്നിൽ. ഞങ്ങളൊന്നും പിഴച്ചുണ്ടായതല്ല. ഞങ്ങൾക്കുമുണ്ട് ഒരു അച്ഛനും അമ്മയും. ഞങ്ങളൊന്നും പിഴച്ചുണ്ടായതല്ല. ഞങ്ങളെ എടുത്തു വളർത്തിയ ഞങ്ങളെ മമ്മിയെ കുറ്റം പറയാൻ പോലും നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഒരു പക്ഷെ അലീന ചേച്ചിയെ പോലത്തെ ഒരു മകൾ നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഞങ്ങളെ കാണുമ്പോൾ ഈ ഒരു ചൊറിച്ചിൽ. പിന്നെ നിങ്ങൾ ഇവിടെ എന്റെ ചേച്ചിയോട് കാട്ടിക്കൂട്ടുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ കൊണ്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ഇവിടെ പറയിപ്പിക്കണ്ട. അത് ഞാൻ പറയുന്നതോടും കൂടി ഈ വൈജയന്തി മാഡത്തിന്റെ അടിത്തറ അങ്ങോട്ട് ഇളകും. എന്നെ കൊണ്ട് അത് പറയിപ്പിക്കാതെ ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നൊക്കെ രേവതിക്കുട്ടി വൈജയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, മോളെ നീ മിണ്ടാ നിക്ക് എന്നെല്ലാം പറഞ്ഞ് രേവതിക്കുട്ടിയുടെ വായ അലീനോട് അടുപ്പിക്കാനായിട്ട് നോക്കുമ്പോ വൈജ പറയും, ഹോ ഹോ, അപ്പൊ എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് നീ ഇവളെ ഇങ്ങോട്ട് വിളിച്ചത്. ഇവളെ എന്ത് വർത്താനാടി പറഞ്ഞത്? എടി, ഞാൻ പിഴയ്ക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? അപ്പൊ രേവതിക്കുട്ടി പറയും, അത് നിങ്ങൾ തന്നെ അങ്ങോട്ട് ഓർത്തു നോക്കിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടിയുടെ വൈജയുടെ വായ അടുപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെ ഈ ഒരു ഒച്ചയും വിളിയും കേട്ട് ബാലചന്ദ്രൻ മുകളിൽ നിന്ന് ചോദിക്കും, എന്താ അവിടെ വന്ന ഗസ്റ്റുമായിട്ടാണോ അടി എന്ന് ചോദിക്കുമ്പോൾ കട്ടക്കൽപ്പിൽ വൈജ അങ്ങോട്ട് കേറി പോകും. എന്നാൽ അതിന് പിന്നാലെ ഗ്രേസാമ്മ അലീനയോട് പറയുന്നുണ്ട്, മോളെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അലീന പറയും, എന്തേലും കഴിച്ചിട്ട് പോയാ പോരെ ആന്റി? ഓ വേണ്ട ചേച്ചി, ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം, ഇപ്പൊ തന്നെ വയറ് നിറഞ്ഞു എന്നെല്ലാം പറഞ്ഞ് എല്ലാരോടും യാത്രയെല്ലാം പറഞ്ഞ് അവരങ്ങോട്ട് പോകാണ്. പിന്നീട് ഇതെല്ലാം അറിഞ്ഞിട്ട് മുത്തശ്ശി അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, ഈ വൈജിക്ക് ഇത് എന്തിന്റെ കേടാ, അവൾ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറയുമ്പോ വൈജ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരും. എന്താ വൈജ ഇതൊക്കെ? വീട്ടിൽ വരുന്നവരോട് നീ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. ഓ, അപ്പൊ അമ്മയോട് അവളെല്ലാം വള്ളി പുള്ളി തെറ്റാതെ വന്ന് പറഞ്ഞു അല്ലേ? അതെന്താടി, എനിക്കെന്താ ചെവി കേട്ടൂടെ? നീ പറഞ്ഞതൊക്കെ ഞാൻ തന്നെ കേട്ടു. അപ്പോ വൈജ പറയും, ഓ അതിനിപ്പോ എന്താ, വന്നവരാണെങ്കിൽ വന്നിട്ട് അങ്ങോട്ട് പോവാണ് വേണ്ടത്, അല്ലാതെ ഭരിക്കാൻ വന്നാൽ ഞാൻ അങ്ങോട്ട് പറയും. അവരൊക്കെ എന്ത് ബന്ധത്തിന്റെ പേരിലാണ് ഇങ്ങോട്ട് വന്നത്? വീട്ടുവേലക്കാരെ കാണാനാണെങ്കിൽ അതെല്ലാം ഈ വീടിന്റെ പുറത്തു നിന്ന് മതി എന്നൊക്കെ പറയുമ്പോൾ അലീനയ്ക്ക് അവിടെ സങ്കടം വരികയാണ്. അലീന പറയുന്നുണ്ട്, അവരൊക്കെ നല്ല ആളുകളാണ്. ഞാൻ ഇവിടെ നിൽക്കുന്നതും ഇവിടുത്തെ ആളുകളെ കുറിച്ചൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. സാറിന് വയ്യ എന്ന് പറഞ്ഞപ്പോൾ സാറിനെ കാണാൻ കൂടി വേണ്ടിയിട്ടാണ് അവര് വന്നത്. അവരോട് മാഡം ഇങ്ങനെ പെരുമാറണ്ടായിരുന്നു എന്നെല്ലാം അലീന സങ്കടത്തോടെ പറയുന്നുണ്ട്. അപ്പോ വൈജ പറയാണ്, ഞാൻ ഇങ്ങനെ പെരുമാറിയാൽ നീ എന്ത് ചെയ്യുമടി? ഇനി ഇത്തരത്തിലുള്ള ആളുകളെ നീ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയാലുണ്ടല്ലോ എന്റെ തനി സ്വഭാവം നീ അറിയും. എന്തായാലും നീ ഇവിടുന്ന് പോയിട്ട് ഞാൻ അടങ്ങുകയുള്ളൂ, അല്ലെങ്കിൽ നിന്നെ കൊന്നിട്ടാണെങ്കിലും ഞാൻ നിന്നെ ഇവിടുന്ന് പുറത്താക്കിയിരിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വൈജ പോവാണ്. അപ്പൊ മുത്തശ്ശി പറയും, ഓ ഇവൾക്ക് എന്തൊരു കുശുമ്പാണ്, ഇവളെ കൊണ്ട് ഈ വീട് നരകിക്കും. 3 മക്കളുള്ള കാര്യം പോലും അവൾ ഓർക്കുന്നില്ലല്ലോ. എന്തായാലും അവളുടെ സ്വഭാവം ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നൊക്കെ മുത്തശ്ശി അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്. പിന്നീട് രേവതിക്കുട്ടി അലീനെ വീട്ടിലെത്തിയ പാടെ തന്നെ വിളിക്കുന്നുണ്ട്, ചേച്ചി ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ചേച്ചി എങ്ങനെ അവിടെ നിൽക്കുന്നു? എന്തൊരു സ്വഭാവമാണ് ചേച്ചിയുടെ അമ്മയുടേത്? അപ്പൊ അലീന പറയും, അതൊന്നും സാരമില്ല. ചിലപ്പോൾ അമ്മ കടന്നു പോയിട്ടുള്ള ഒരു സിറ്റുവേഷനൊക്കെ ഓർത്തിട്ടായിരിക്കും അമ്മ അങ്ങനെ പെരുമാറിയത്. ഞാൻ ജനിക്കാനുണ്ടായ കാരണവും അതിന് പിന്നിലുണ്ടായ സംഭവങ്ങൾ, പിന്നെ എന്നെ ഉപേക്ഷിക്കാനും ഒരു കാരണം ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. അപ്പൊ രേവതിക്കുട്ടി പറയും, അഹങ്കാരം അല്ലാതെ എന്താണ് അവർക്ക്? മോളെ അങ്ങനെയൊന്നും പറയരുത്, എനിക്ക് എന്റെ അമ്മയുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. എനിക്ക് എന്റെ അമ്മയെ ഒരിക്കലും വെറുക്കാനാവില്ല എന്നൊക്കെ അലീനയുടെ പറയുന്നുണ്ട്.
അതുപോലെ തന്നെ രേവതിക്കുട്ടിയുടെ ഡയലോഗ് വൈജയ്ക്ക് നന്നായിട്ട് ഏറ്റിട്ടുണ്ട്. താൻ പിഴച്ചവളാണെന്ന് പറഞ്ഞത് രേവതിക്കുട്ടിക്കും അലീനയ്ക്ക് കഥയെ പറ്റി എന്തൊക്കെയോ അറിയാന്നുള്ളത് വൈജയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രോഹിത്തിന് രേവതിക്കുട്ടിയുടെ മേലൊരു കണ്ണൊക്കെ ഉണ്ട്. രേവതിക്കുട്ടിയും രോഹിത്തും ഒന്നിക്കുന്ന കിടിലൻ എപ്പിസോഡുകളൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.